നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഒളിമ്പിക്സ് ഇപ്പോൾ പാരീസിൽ വെച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ആതിഥേയരായ ഫ്രാൻസ് ആദ്യത്തെ 2 മത്സരങ്ങളിലും വിജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വമ്പന്മാരായ സ്പെയിൻ, ജപ്പാൻ എന്നിവരൊക്കെ ആദ്യത്തെ 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് അടുത്ത ഘട്ടം ഉറപ്പാക്കിയിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ട അർജന്റീന രണ്ടാമത്തെ മത്സരത്തിൽ ഗംഭീരമായി തിരിച്ചു വന്നിട്ടുണ്ട്. 1-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു അവർ ഇറാഖിനെ പരാജയപ്പെടുത്തിയത്. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഏറ്റവും മൂല്യം കൂടിയ താരങ്ങളുടെ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ 1-ാം സ്ഥാനത്ത് വന്നത് അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറസ് ആയിരുന്നു. 2-ാം സ്ഥാനത്ത് അഷ്റഫ് ഹക്കീമി ആയിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു കണക്ക് കൂടി അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ പങ്കെടുത്ത താരങ്ങളിൽ ഏറ്റവും മൂല്യം കൂടിയ താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ 1-ാം സ്ഥാനം നേടിയിരിക്കുന്നത് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ആണ്. 180 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മൂല്യം വരുന്നത്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന സമയത്തെ മൂല്യമാണ്. നമുക്കറിയാം 2 തവണ നെയ്മർ ജൂനിയർ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു തവണ ഗോൾഡ് നേടി, ഒരു തവണ സിൽവർ ആണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇനി 2-ാം സ്ഥാനത്ത് വരുന്നത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. 180 മില്യൺ യൂറോ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു മൂല്യം ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന സമയത്ത് വരുന്നത്. നമുക്കറിയാം 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിലാണ് മെസ്സി പങ്കെടുത്തിട്ടുള്ളത്. മികച്ച പ്രകടനം അദ്ദേഹം നടത്തി എന്നുള്ളത് മാത്രമല്ല, ഗോൾഡ് മെഡൽ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. അന്ന് അദ്ദേഹത്തിന്റെ വാല്യൂ 180 മില്യൺ യൂറോ ആയിരുന്നു. 3-ാം സ്ഥാനത്ത് മുഹമ്മദ് സലായാണ് വരുന്നത്, 150 മില്യൺ യൂറോ. 4-ാം സ്ഥാനത്ത് സാഡിയോ മാനെ, 150 മില്യൺ യൂറോ. 5-ാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നുണ്ട്. 120 മില്യൺ യൂറോയാണ് അദ്ദേഹം ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന സമയത്തെ വാല്യൂ. നമുക്കറിയാം കരിയറിന്റെ തുടക്കകാലത്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് മെഡലുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. 6-ാം സ്ഥാനത്ത് പെഡ്രിയാണ് വരുന്നത്, 100 മില്യൺ യൂറോ. 7-ാം സ്ഥാനത്ത് സ്പാനിഷ് സൂപ്പർ താരമായ ഇസ്കോ വരുന്നു, 90 മില്യൺ യൂറോ. 8-ാം സ്ഥാനത്ത് ലൂയിസ് സുവാരസ്, 90 മില്യൺ യൂറോ. 9-ാം സ്ഥാനത്ത് മാർക്കോ അസൻസിയോ, 90 മില്യൺ യൂറോ. 10-ാം സ്ഥാനത്ത് ഹൂലിയൻ ആൽവറസ് വരുന്നു, 90 മില്യൺ യൂറോ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. 11-ാം സ്ഥാനത്ത് ഹ്യൂമിൻസൺ വരുന്നു, 90 മില്യൺ. അതുപോലെ തന്നെ 12-ാം സ്ഥാനത്ത് ബ്രൂണോ ഫെർണാണ്ടസ്, 90 മില്യൺ. 13-ാം സ്ഥാനത്ത് ജർമ്മൻ സൂപ്പർ താരമായ സെർജി ഗ്നാബ്രി, 90 മില്യൺ. 14-ാം സ്ഥാനത്ത് ബ്രൂണോ ഗുയിമറസ് വരുന്നു, ബ്രസീലിയൻ സൂപ്പർ താരമായ അദ്ദേഹത്തിന്റെ വാല്യൂ 85 മില്യൺ യൂറോയാണ്. 15-ാം സ്ഥാനത്ത് ഗബ്രിയേൽ മാർട്ടിനെല്ലി, 85 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ ഒരു മൂല്യം വരുന്നത്. ഇങ്ങനെ 15 താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ പങ്കെടുത്ത ഏറ്റവും മൂല്യം കൂടിയ താരങ്ങൾ അത് നെയ്മർ ജൂനിയറും ലയണൽ മെസ്സിയുമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഇതുമേ കൊണ്ട് കാണാം.